വെൽക്കം ബാക്ക് ടു propertytv.in. മലപ്പുറം ജില്ലയിലെ വഴിക്കടവ് പഞ്ചായത്തിൽപ്പെട്ട എടക്കര മുണ്ട 5 സെൻറ് സ്ഥലവും 2100 സ്ക്വയർ ഫീറ്റിൻ്റെ വീടും വിൽപ്പനയ്ക്ക്. 3 ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന സുന്ദര ഭവനം. നിലവിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം, വൈദ്യുതി, റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ്. ശാന്തവും സുന്ദരവുമായ സ്ഥലം. ഈ പ്രോപ്പർട്ടിയുടെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ബാങ്ക്, സ്കൂൾ, ഹോസ്പിറ്റൽ, സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ ടൗണിൻ്റേതായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ്. ഇവിടെ നിന്നും എടക്കരയിലേക്ക് 1 കിലോമീറ്റർ ദൂരം മാത്രം. ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. വീടിൻ്റെ ഒരു സൈഡിലുള്ള വ്യൂ ആണ് ഇത് കേട്ടോ. ഇതിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും കാണാൻ പറ്റും. നമ്മൾ ഈ വീടിൻ്റെ ഇൻ്റർലോക്കാണ് മുറ്റത്ത് ചെയ്തിട്ടുള്ളത്. മുറ്റമൊക്കെ വൃത്തിയായിട്ട് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മതിലും അതുപോലെ തന്നെ ഗേറ്റും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ വീടിൻ്റെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെയാണ് കാണാൻ പറ്റുക. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അവിടെയാണെന്നുണ്ടെങ്കിൽ കിണറും പൈപ്പ് സൗകര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്രയും സ്പേസ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ട് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു സിറ്റ് ഔട്ട് തന്നെയാണ്. നേരെ നമ്മൾ എത്തുന്നത് ഹാളിലേക്കാണ്. ഹാള് നമ്മൾ 2 ഭാഗമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹാളിൻ്റെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു വാഷ് ബേസ് സെറ്റ് ചെയ്തത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്പേസ് ഡൈനിങ് ഏരിയ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് സ്റ്റെയർ ആണ്. സ്റ്റെയർ നമ്മൾ ഹാളിൽ നിന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഹാളിൽ നിന്ന് നമുക്ക് നേരെ ഈ ഒരു റൂമിലേക്കാണ് എൻട്രി ഉള്ളത്. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു റൂം തന്നെയാണ്. ഇവിടെ തന്നെ ഒരു ഷെൽഫ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഹാളിലേക്ക് തന്നെ വരാം. ഹാളിൽ നമുക്കൊരു സ്റ്റെയർ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു കോമൺ ടോയ്ലറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരികയാണെങ്കിൽ ഇതാണ് അടുത്ത റൂം. ഇതിൽ നമുക്കൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ റൂം വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് കിച്ചണാണ്. കിച്ചൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളൊരു വാഷ് ബേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. കബോർഡ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ളത് ഈ ഒരു വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയ അത്യാവശ്യം സ്പേസ് ഉള്ളൊരു വർക്ക് ഏരിയ ആണ്. അതിൽ നമുക്ക് ഈ ഒരു ഭാഗം വരികയാണെങ്കിൽ ഒരുപാട് പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ്. വീടുകളെല്ലാം അടുത്ത് തന്നെയുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വീടിൻ്റെ ഓപ്പൺ ടെറസിലാണ്. അപ്സ്റ്റെയറിൽ വരികയാണെങ്കിൽ ചെറിയൊരു ബാൽക്കണി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ഓപ്പൺ ടെറസ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ബാൽക്കണിയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഹാളിലേക്കാണ്. ഇതും നല്ലൊരു സ്പേസ് ഉള്ളൊരു ഹാൾ തന്നെയാണ്. പിന്നെ ഹാളിൽ നിന്ന് നമുക്ക് നേരെ മുറിയിലേക്ക് പോകാം. ഈ ഒരു മുറിയിൽ നമുക്ക് അറ്റാച്ച്ഡ് ഒരു ടോയ്ലറ്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു അലമാര ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഹാളിൽ നിന്ന് നേരെ ഓപ്പൺ ടെറസിലേക്കുള്ള ഒരു ഡോറാണ്.
ഈ ഒരു അപ്സ്റ്റെയറിന് മുകളിലായിട്ടാണ് നമ്മൾ ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് വാട്ടറിൻ്റെ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഏരിയ നമുക്ക് കുറച്ച് ഇരിക്കാനൊക്കെ ഉള്ള ഒരു സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഭാഗം നമ്മൾ ഷീറ്റ് വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സൗകര്യങ്ങളോട് കൂടിയ ഈ ഒരു വീട് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം.